അംഗമുറുക്കി NSS. UDF BJP അനുകൂല നിലപാട് സ്വീകരിക്കില്ലെന്ന നിലപാടെടുത്ത NSS യൂണിയൻ പിരിച്ചുവിട്ട പ്രതികാരം വീട്ടി. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തിയെടുക്കുക തന്നെ ചെയ്യും. ശബരിമല വിഷയത്തിൽ സർക്കാരിന്റെ ശക്തമായ എതിർപ്പിനെ മറികടന്നാണ് ഭക്തർക്കൊപ്പമുള്ള നിലപാടെടുത്തത്. അതിൽ നിന്നും അല്പം പോലും NSS മാറിയില്ല. തിരഞ്ഞെടുപ്പിലും ഭക്തർക്കെതിരായ നിലപാട് സ്വീകരിച്ചവർക്കെതിരെ ശക്തമായ നിലപാടിലേക്ക് പോവുകയാണ് NSS. അതിനുള്ള നിർദ്ദേശം എല്ലാ കരയോഗങ്ങൾക്കും നൽകിയതാണ്. BJPക്കും BJP ശക്തിയിലെത്തെടുത്ത് കോൺഗ്രസിന് വോട്ട് ചെയ്യാനാണ് NSS നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ UDFനും BJPക്കും അനുകൂല നിലപാട് സ്വീകരിക്കണമെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശം തള്ളിയ NSS മാവേലിക്കര താലൂക്ക് യൂണിയൻ പിരിച്ചുവിട്ടു. തനിക്കെതിരെ NSS നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് പ്രതികാര നടപടിയാണെന്ന് പിരിച്ചുവിടപ്പെട്ട കമ്മിറ്റിയുടെ പ്രസിഡന്റ് TK പ്രസാദ് പ്രസ്താവനയിൽ പറഞ്ഞു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി മാവേലിക്കര യൂണിയൻ ഓഫീസിൽ വോട്ടഭ്യർത്ഥനയുമായി എത്തിയിരുന്നു. അദ്ദേഹത്തെ സ്വീകരിച്ചത് നേതൃത്വത്തിന്റെ എതിർപ്പിന് കാരണമായി. ഇതാണ് താൻ ഉൾപ്പെടുന്ന മാവേലിക്കര NSS യൂണിയൻ കമ്മിറ്റിയിലെ 14 അംഗങ്ങളെയും രാജിവെപ്പിച്ച് സ്ഥാനഭ്രഷ്ടരാക്കാൻ കാരണമായത്. കരയോഗ അംഗങ്ങളെ ഇടതുപക്ഷത്തിനെതിരായി അണിനിരത്തി വോട്ട് ഉറപ്പാക്കണമെന്നുള്ള നിർദ്ദേശം അപ്രായോഗികമാണെന്ന് നേതൃത്വത്തെ മുൻപേ അറിയിച്ചിരുന്നു. എല്ലാ കരയോഗം പ്രവർത്തകരുടെയും വീടുകളിൽ UDF സ്ഥാനാർത്ഥിയുമായി ഇറങ്ങി പ്രവർത്തിക്കണമെന്നുള്ള നിർദ്ദേശവും നിരാകരിച്ചിരുന്നു. മതേതരത്വ സ്വഭാവം ഉൾക്കൊള്ളുന്നതായിരിക്കണം NSS നയമെന്നും ഇതര ജാതിമത വിഭാഗങ്ങൾക്ക് ദോഷകരമായി പ്രവർത്തിക്കാൻ പാടില്ലെന്നും NSSന് രാഷ്ട്രീയമില്ലെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ളവർക്കും NSSൽ അംഗങ്ങളാകാമെന്നും അവർ നായർ സമുദായ അംഗങ്ങൾ ആകണമെന്നും മാത്രമേ നിബന്ധനയുള്ളവെന്നും സമുദായ ആചാര്യൻ പറഞ്ഞിട്ടുള്ളതായും ഓർമ്മപ്പെടുത്തി. ചില മണ്ഡലങ്ങളിൽ BJPക്കും ചില മണ്ഡലങ്ങളിൽ UDFനും പിന്തുണ നൽകുകയെന്ന നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പ് നയത്തിനെതിരെ വിയോജനക്കുറിപ്പ് നൽകിയതും പുറത്താക്കപ്പെടുന്നതിന്റെ മറ്റൊരു കാരണമായി. നേതൃത്വത്തിന്റെ ഇത്തരം ചെയ്തികൾ ജനാധിപത്യ വിരുദ്ധമാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറയുന്നു. 35 വർഷമായി NSS പ്രതിനിധി സഭാ അംഗം, 30 വർഷമായി യൂണിയൻ കമ്മിറ്റി അംഗം, 14 വർഷമായി NSS യൂണിയൻ വൈസ് പ്രസിഡന്റ്, 1.25 വർഷമായി മാവേലിക്കര താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു അഭിഭാഷകനായ TK പ്രസാദ്. ഇദ്ദേഹത്തെയാണ് ഇപ്പോൾ പുറത്താക്കിയത്. സുകുമാരൻ നായരെ എതിർക്കുന്നവർക്ക് എന്തിനു വോട്ട് നൽകണമെന്ന വികാരവും ഉയർന്നു വരുന്നുണ്ട്. കുളങ്ങരയിൽ SNDP ആസ്ഥാനത്ത് പോയ ഇന്നസെന്റ് വെള്ളാപ്പള്ളി നടേശനെ കണ്ട ശേഷം സുകുമാരൻ നായരെ കാണില്ലെന്ന് പറഞ്ഞത് ഏറെ വിവാദമായിരുന്നു. ഇതോടെ ചാലക്കുടി മണ്ഡലത്തിലുള്ള എല്ലാ നായർ വോട്ടുകളും ഇന്നസെന്റിന് എതിരാക്കാനാണ് NSS നീക്കം നടന്നത്. സുകുമാരൻ നായരെ അപമാനിച്ച ഇന്നസെന്റിന് വോട്ട് ചെയ്യരുതെന്നാണ് NSS പ്രാദേശിക നേതൃത്വത്തിന്റെ നിലപാട്. സുകുമാരൻ നായരെ അപമാനിച്ചവർക്ക് ചാലക്കുടിയിൽ വോട്ടില്ല. പെരുന്നയിൽ ചെന്നാൽ പടിയടിച്ച് പിണ്ടം വയ്ക്കുമെന്നതിനാൽ പോവാത്തതെന്ന വിമർശനം സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. ഏതായാലും NSS യൂണിയൻ പിരിച്ചുവിട്ടതോടെ മറ്റൊരു വിവാദത്തിനു കൂടി തുടക്കമാവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.